37 വാക്യം. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 37 വാക്യം. വേഗത്തിൽ. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. പ്രിയപ്പെടുന്നവൻ എനിക്ക്, അതിന്റെ മുമ്പിൽ ഒരു വാക്യമുണ്ട്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ആമേൻ. 2 കാര്യങ്ങൾ അല്ലേ? ഇതുപോലെ തന്നെ പല കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന വേറെ സ്വന്തം ഭാഗങ്ങളുമുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് എല്ലാറ്റിനേക്കാൾ അധികമായിട്ട് ആരെ സ്നേഹിക്കണം? നമുക്ക് ഒരു കൽപ്പന തന്നിട്ടുണ്ട് 10 പ്രമാണങ്ങളിൽ, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. സ്തോത്രം. എല്ലാറ്റിനേക്കാളും അധികമായിട്ട് ആരെ സ്നേഹിച്ചോളണം? ദൈവത്തെ സ്നേഹിച്ചോളണം. സമയത്തിന്റെ പരിമിതിയിൽ 3 തലമുറകളെ എടുത്തു കാണിക്കുവാൻ കർത്താവിൽ ഞാൻ ഇന്ന് ശരണപ്പെടുകയാണ്. സമയത്തിന്റെ പരിമിതിയിൽ 3 തലമുറകളെ ഏറ്റവും അധികം സ്നേഹിച്ച സ്വന്തം ചില വ്യക്തിത്വങ്ങളെ സ്വർഗത്തിലെ ദൈവം അവരിൽ നിന്ന് പറിച്ചു മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്. പുതിയ നിയമത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, പഴയ നിയമത്തിലെ 1, 2, 3 ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത് നമുക്കൊന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 27, 28 വാക്യം. ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ച 2 മക്കള്. ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ച 2 മക്കള്. സ്തോത്രം. ഒന്ന് ഏശാവും മറ്റൊരുത്തൻ യാക്കോബും. ഒരേ പ്രസവത്തിലാ. ഇരട്ടപ്പിള്ളകളാ. 2 പേരും ഒരുപോലെ തന്നെ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചതാ. പക്ഷേ അപ്പനും അമ്മയും 2-നെയും 2ആയി സ്നേഹിച്ചു തുടങ്ങി. അമ്മയ്ക്ക് ഒരു മകനോട് ആഴമേറിയ സ്നേഹം, അപ്പന് മറ്റൊരു മകനോട് ആഴമേറിയ സ്നേഹം. തിരുവെഴുത്തിൽ പറയുന്നത് എന്നെക്കാൾ അധികമായിട്ട് ആരെയും സ്നേഹിക്കരുത്. മകന്റെ വേട്ട ഇറച്ചിയിൽ രുചി പിടിച്ചിരുന്ന സ്തോത്രം ഹല്ലേലൂയ ഇസഹാക്ക് സ്തോത്രം യേശാവിനെ സ്നേഹിച്ചു. അമ്മയോടുകൂടെ വീട്ടുകാര്യങ്ങൾ തൽപരനായിരുന്ന യാക്കോബ് സ്തോത്രം റിബേക്ക അവനെ അധികമായി സ്നേഹിച്ചു. 2 മക്കളും സ്തോത്രം അപ്പനും അമ്മയും വീതിച്ചെടുത്ത് സ്നേഹിച്ചു. സംഭവിച്ചതോ 2 മക്കളെയും അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ദൈവം പറിച്ചു മാറ്റി. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്തിലെ പരമപ്രധാനമായ ചില സത്യങ്ങളിലേക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ പോകുകയാ. ഇന്ന് ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്നേഹം ആർക്കുള്ളതാണ് എന്നൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധിപദേശിക്കുകയാ. നീ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്നേഹിച്ച് കടന്നു പോകുന്നവനാണെങ്കിൽ ദൈവത്തിന്റെ വഴികളിൽ നീ നടക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ സ്നേഹം മറ്റു പലതിലേക്കും പോകരുത്. അമിതമായി ഒന്നിനെയും സ്നേഹിക്കരുത്. ദൈവത്തെ സ്നേഹിക്കുക. നമുക്കത് വായിക്കാം. 25-ാം അധ്യായത്തിന്റെ 27, 28 വാക്യം. ഉൽപ്പത്തി പുസ്തകം. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയും ആയിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ അതിന്റെ പശ്ചാത്തലത്തിലെ ഞാൻ എന്റെ ഗ്യാപ്പിൽ നിന്ന് മാത്രം പറയുന്നത്. ഒരമ്മ പ്രസവിച്ചു 2 മക്കൾ. ചില മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് 2 കുഞ്ഞുങ്ങളും ഭൂമിയിൽ ജനിച്ചു വീണത്. ചില മിനിറ്റുകളുടെ വ്യത്യാസത്തിലാ. പക്ഷെ ഒരുത്തൻ മൂത്തവനും ഒരുത്തൻ ഇളയവനുമാ. ലോക നിയമപ്രകാരം അങ്ങനെ എണ്ണിയം മതിയാവും. അങ്ങനെ ഏശാവും യാക്കോബും ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീണു. ഒരുത്തൻ വളർന്നപ്പോൾ വേട്ടക്കാരനായി മാറി. അവൻ വേട്ടയിൽ സമർത്ഥനായിരുന്നു. അവൻ സ്വന്തം വേട്ടക്ക് പുറപ്പെട്ടാൽ ഒരു വേട്ട മൃഗത്തിനെ ആയിട്ടേ മടങ്ങി വരത്തുള്ളൂ. സ്വന്തം ഇവന്റെ ഈ വേട്ട ഇറച്ചിയിൽ അപ്പന് വലിയ ഇഷ്ടം തോന്നി. അതുകൊണ്ട് സ്വന്തം മറ്റു മകനേക്കാൾ അധികമായിട്ട് യേശാവിനെ അപ്പൻ എന്ത് ചെയ്തു? സ്നേഹിച്ചു. കേട്ടോ പ്രതിമക്കളെ, നമുക്ക് 1, 2, 3, 4, 5 എത്ര മക്കളുണ്ടെങ്കിലും എല്ലാവർക്കും ഒരേ കഴിവുകളായിരിക്കത്തില്ല. സ്വന്തം കഴിവുകൾ വെച്ചുകൊണ്ട് മക്കളെ ഡിവൈഡ് ചെയ്ത് സ്നേഹിക്കരുത്. ചിലപ്പോൾ ഒരുത്തൻ കുറവുള്ളവനായിരിക്കാം, മറ്റൊരുത്തൻ കഴിവുള്ളവനായിരിക്കാം. 2 പേരെയും ഒരുപോലെ സ്നേഹിച്ചു കൊള്ളണം. അല്ല എന്നുണ്ടെങ്കിൽ 2ഉം കാണത്തില്ല, അല്ല എന്നുണ്ടെങ്കിൽ 3ഉം കാണത്തില്ല, അല്ല എന്നുണ്ടെങ്കിൽ 4ഉം കാണത്തില്ല. പലതിനെയും പരിശുദ്ധ ദൈവം പറിച്ചു മാറ്റും.
ഇന്ന് പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്, പക്ഷേ സ്വതം എൻ്റെ മൂത്ത മകനെ പോലെയല്ല ഞാൻ അവനെ വളർത്തിയത്. സ്വതം കുറച്ച് കരുതൽ കൂടി കൊടുത്തുകൊണ്ട്, പക്ഷേ ആ വ്യക്തിത്വങ്ങളാണ് പിന്നത്തേതിൽ അവരിൽ നിന്ന് കാണാതെ പോകുന്നത്, അവരിൽ നിന്ന് മാറിപ്പോകുന്നത്, അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പലരുടെയും വാക്കുകൾ എൻ്റെ കാതുകൾ കേട്ടിട്ടുണ്ട്. സ്വതം മറ്റവളെ നടത്തിയത് പോലെയല്ല ഇവളെ ഞാൻ വളർത്തിയത്, കുറച്ച് സ്നേഹം കൂടുതൽ കൊടുത്താൽ നടത്തിയത്, പക്ഷെ ആ കുഞ്ഞിന് കൂടെ ഇല്ല. നിങ്ങൾ നോക്കിക്കോ, ആർക്ക് നിങ്ങൾ സ്വതം ദൈവത്തെക്കാൾ അധികം സ്നേഹം കൊടുക്കുന്നുവോ അവര് നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കത്തില്ല. സ്വതം സ്നേഹിക്കേണ്ട പോലെയേ സ്നേഹിക്കാവൂ. കൂടുതൽ കരുതൽ കൊടുത്ത് സ്നേഹിക്കുന്ന ചിലതൊക്കെയും സ്വർഗത്തിലെ ദൈവം പിന്നത്തേതിൽ അവരിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ടുണ്ട്, അവരിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. കാരണം ആദ്യ സ്നേഹം ദൈവത്തിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ രണ്ടു മക്കളെയും ഡിവൈഡ് ചെയ്ത് സ്നേഹിച്ചു കേട്ടോ. 2 മക്കളെയും 5 മക്കളെയും 10 മക്കളെയും ഒരുപോലെ സ്നേഹിച്ചേക്കണം. ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, പത്തനംതിട്ടയ്ക്ക് അടുത്ത് സ്തോത്രം, കഥയാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയത്തില്ല, മറ്റൊരു വ്യക്തിത്വം പറഞ്ഞു കേട്ടതാണ്. സ്തോത്രം, ഒരു വീട്ടില് സ്തോത്രം 4 മക്കളിലെ മൂത്ത മകൻ അപ്പൻ കൃഷിപ്പണിക്കാരൻ്റെ അപ്പനോടുകൂടെ കൃഷി തൽപ്പനായി അപ്പനോടുകൂടെ തന്നെ താനും പാടത്തേക്ക് ഇറങ്ങി ബാക്കി 3 മക്കളെയും 3 സഹോദരന്മാരെയും പഠിപ്പിച്ചെടുക്കുവാൻ അപ്പനും ഈ മൂത്ത സഹോദരൻ ചേർന്ന് കിണഞ്ഞ് പരിശ്രമിക്കാനിടയായി തീർന്നു. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ഇളയ മക്കളെല്ലാം മൂത്തവനും അപ്പനും ചേർന്ന് കൃഷിപ്പണിയെടുത്ത് പാടത്തും പറമ്പിലും ചെളിയിലും വരമ്പിലും ഇറങ്ങി അവരെ വളർത്തിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. അവരെല്ലാം ഉന്നത വിദ്യാഭ്യാസം ചെയ്തു, നല്ല രാജ്യങ്ങളിലേക്ക് ചേക്കേറി വിവിധമായ തലങ്ങളിൽ നല്ല സാലറിയോടുകൂടി അവര് പാശ്ചാത്യ രാജ്യങ്ങളിൽ പാർക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം യാഥാർത്ഥ്യമറിയാത്ത പലരും വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങനെ മണ്ടനായിട്ട് ഇങ്ങനെ നടന്നു, നീ ഇങ്ങനെ പൊട്ടനായിട്ട് നടന്നു. അപ്പനും അമ്മയും ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇളയ പിള്ളേരുടെ വളർച്ചകളിലുള്ള ബുദ്ധിവൈഭവം, അവരുടേതായ വിദ്യാഭ്യാസ യോഗ്യത, അവർ പറയുന്ന ഇംഗ്ലീഷൊക്കെ കേട്ടിട്ട് മൂത്തവനിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇവനോട് പലവട്ടം പറഞ്ഞു പഠിക്കാൻ പോകാൻ. ആ സമയങ്ങളിലൊന്നും കേൾക്കാതെ അപ്പനോടൊപ്പം വയലിലേക്ക് ഇറങ്ങി സൈക്കിളും ചവിട്ടി നടക്കുകയാ. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. സ്വതം ഏറിയ കാലം വരെയും സ്വതം ഈ മക്കളൊക്കെയും ബാക്കി മക്കളൊക്കെയും 3 പേരും അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ സെറ്റിൽഡ് ആകുന്നത് വരെയും അവനോട് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ബുദ്ധിയില്ലാത്തവനാ, മണ്ടനാ, പൊട്ടനാ, സ്വത കഴിവില്ലാത്തവനാ, മറ്റുള്ളവരെ പോലെ പഠിച്ചു കയറാനാ, നല്ലൊരു തൊഴിൽ സമ്പാദിപ്പാനാ അവന് കഴിഞ്ഞില്ല. അവനെന്നും കുറ്റപ്പെടുത്തലായിരുന്നു. അവനും ഒരു കുടുംബമുണ്ടായി, അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാര്യ, അവനോട് ചേർന്ന് സ്വതം നിൽക്കുന്ന, എന്തിനും കൈത്താങ്ങൽ കൊടുക്കുന്ന തക്കതായൊരു തുണ. മക്കൾ ജനിച്ചു. അപ്പോഴും അവന്റെ പേര് മാറിയിട്ടില്ല. സ്വതം. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കടന്നുപോയ കുഞ്ഞുങ്ങള് അവിടെ അങ്ങ് സെറ്റിൽഡായി. അപ്പനും അമ്മയും വാർദ്ധക്യത്തിലേക്ക് എത്തി. ആ സമയത്ത് സ്വന്തം മക്കളെ വിളിച്ചു, കുഞ്ഞുങ്ങളെ വരണം, അപ്പന് വയ്യ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം. അവർ പറഞ്ഞ മറുപടി, അവിടെ ചേട്ടനുണ്ടല്ലോ, ചേട്ടനോട് പറയുക. ചേട്ടന് ഏതു സമയത്തുണ്ട് പ്രിയ മക്കളെ. ചേട്ടന് വിദ്യാഭ്യാസമില്ല, ബുദ്ധിയില്ല, പക്ഷെ അപ്പനോടും അമ്മയോടും പറ്റി നിൽക്കാൻ ചേട്ടനുണ്ടായിരുന്നു. ആമേൻ. എന്നെ കേൾക്കുന്നത്, നമുക്കെല്ലാം വ്യത്യസ്ത കഴിവുകളാണ് ദൈവം തന്നിരിക്കുന്നത്. ഒരേപോലെ സ്വന്തം അവരെ കണ്ടു വളർത്തിയേക്കണം. അന്ന് പൊട്ടനെന്നും മണ്ടനെന്നും പറഞ്ഞവൻ പോയി വണ്ടി വിളിച്ചുകൊണ്ട് വന്ന് അപ്പനെ വാരിക്കൂട്ടി കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സ്വന്തം ആരുമില്ല. സ്വന്തം കൗണ്ടറിൽ പോയിട്ട് പേരെഴുതി ചീട്ടെടുക്കണം, ആരുമില്ല. അന്നേരം ചെന്നു സ്വന്തം താൻ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്പനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി. പ്രാഥമിക ചികിത്സകൾ കൊടുക്കുന്നു, അമ്മയെ പരിചരിക്കണം, സ്വന്തം അപ്പനെ നോക്കണം. സ്വന്തം പഠിപ്പിച്ച് വളർത്തി പാശ്ചാത്യ രാജ്യങ്ങൾ നല്ല സാലറി വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം സ്വന്തം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാൻ കഴിയാതെ ബ്ലോക്കായി നിൽക്കുമ്പോൾ ഇവിടെ പൊട്ടനെന്നും മണ്ടനെന്നും പറഞ്ഞവൻ അപ്പനെയും അമ്മയും പരിചരിപ്പാൻ തക്കവിധം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തെങ്കിൽ അന്ന് അവർ വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു, ഇവനാണ് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മകൻ, ഇവനാണ് ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ മകൻ, ഇവനാണ് ഞങ്ങളെ ബഹുമാനിക്കുന്ന ഞങ്ങളുടെ മകൻ.
നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അന്നു മുതൽ അവർ പറഞ്ഞു തുടങ്ങി, ഇവനാണ് ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൈതല്, ഇവനാണ് ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ പൈതല്. ഹല്ലേലൂയ. ആമേശ്വരം ആമേ ചരിത്രം മാറി പ്രിയ മക്കളെ, ആമേ കാലം മാറി. അപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് പോലെ അല്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി. ആമേശ്വരം നമ്മളൊരു പാട്ടിലൂടെ ഇങ്ങനെ പാടുന്നുണ്ട്, ആമേശ്വരം ഹല്ലേലൂയ ഇടയനെ രാജാവാക്കി മാറ്റുന്നൊരു ദൈവം. ഹല്ലേലൂയ. ഇടയനെ രാജാവാക്കി മാറ്റുന്നൊരു ദൈവം. ആട്ടിടയനെ ഹല്ലേലൂയ ഒരു രാജ്യത്തിന്റെ രാജ്യം ഭാരം വഹിക്കുവാൻ രാജാവാക്കി മാറ്റുന്നൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആമേശ്വര കഴിവിലും തികവിലും അല്ല പ്രിയ മക്കളെ. ആമേൻ. കൂലിപ്പണിക്കാരനാണെങ്കിലും നല്ല മനസാക്ഷിയും മനസ്സുമുള്ളവനാണോ? അനുഗ്രഹമാ. കേട്ടോ പ്രിയ മക്കളെ, വിദ്യാഭ്യാസ യോഗ്യതയിലും ആമേശ്വരം അതുപോലെയുള്ള നിലവാരത്തിലൊന്നുമല്ല കാര്യം. വേണ്ട സമയത്ത് ആള്, വേണ്ട സമയത്ത് ആള് തന്നെ വേണം. ആമേ, ആള് വേണ്ട സമയത്ത് ആള് തന്നെ വേണം. ആമേശ്വര പിന്നത്തേതിൽ ആ മാതാപിതാക്കൾ തിരുത്തി പറയാൻ തുടങ്ങി. വിദ്യാഭ്യാസത്തിലല്ല കാര്യം, ഉയർന്ന സാലറിയിലല്ല കാര്യം, നല്ല ആമേശ്വരം രാജ്യത്തിൽ വസിക്കുന്നതിലല്ല കാര്യം. ഒരു നേരത്തെ ആഹാരം കിട്ടാൻ സമയമാകുന്ന സമയത്തും, ഒരു നേരത്തെ ചികിത്സ കിട്ടാൻ സമയമാകുന്ന സമയത്തും വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങൾ തലക്കം ഭാഗത്തുണ്ടെങ്കിൽ അതാണ് ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേശ്വരം അപ്പന് കൂടുതൽ ഇഷ്ടം വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്ന ഇസഹാക്ക് ആരെ സ്നേഹിച്ചു? ഏശാവിനെ സ്നേഹിച്ചു. തന്റെ മൂത്ത മകനായിരിക്കുന്ന ഏശാവിനോട് അമിതമായിട്ടുള്ള സ്നേഹം. ഒരുപക്ഷെ അപ്പന്റെ കണ്ണിൽ ആമേശ്വരം യാക്കോബിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ആമേശ്വരം അടുക്കളയിൽ കിടന്ന് നിറങ്ങുന്നവനാ, ഇവനെ കൊണ്ട് ഒരു കഴിവുമില്ല. പക്ഷെ എന്റെ മകന് നോക്ക്, അവൻ ശക്തിയും ബലവും ഉള്ളവനാ. അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ ഒരു വേട്ടമൃഗത്തെയായിട്ട് അകത്ത് കയറത്തുള്ളൂ. അവൻ ശൂരനും വീരനുമാ എന്ന് ആമേശ്വരം ഒരുപക്ഷെ രണ്ടാമത്തവനെ നോക്കി അപ്പൻ പറയുന്നുണ്ടാകും. എന്നാൽ അമ്മ പറയുന്നത്, ആമേശ്വരം എന്റെ മകൻ വാത്സല്യത്തോടുകൂടി എന്നോടുകൂടെ ഇരുന്ന് പലതും എന്നെ സഹായിച്ചും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നവനാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീണ രണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് അവര് മുമ്പിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. കാലത്തിന്റെ തികവിലേക്ക് വന്നപ്പോൾ സർവശക്തനായ ദൈവത്തിന് തോന്നി, ഈ പോക്ക് ഒരു സ്ഥലം കൊണ്ട് തീരത്തില്ല, ഇവരെ രണ്ടിനെയും അകറ്റി എന്നാലേ ഇവരുടെ നോട്ടം എന്റെ കാമേശ്വര അടുക്കലേക്ക് എത്തത്തുള്ളൂ. ഇവരിപ്പോ നോക്കുന്നത് മൂത്തവനിലേക്ക് അപ്പനും ഇളയവനിലേക്ക് അമ്മയും നോക്കി കടന്നു പോകുകയാ. ഇതുകൊണ്ട് ആമേശ്വര കാര്യങ്ങൾ നടക്കത്തില്ല. നോട്ടം ക്രിസ്തുവിലേക്കാകണം, നോട്ടം ദൈവത്തിലേക്കാകണമെങ്കിൽ നീ ഇന്ന് ആശ്രയിച്ചിരിക്കുന്ന ചിലത് മാറ്റപ്പെട്ടേ മതിയാകൂ. നീ ഇന്ന് ആശ്രയിച്ചിരിക്കുന്ന ചിലത് നിന്റെ അടുക്കൽ നിന്ന് മാറിയേ മതിയാകൂ. ഹല്ലേലൂയ. മതിയാകൂ പ്രിയ മക്കളെ. സ്തോത്രം. അങ്ങനെ ഇവര് രണ്ടുപേരും മത്സരിച്ച് സ്നേഹിക്കുക പിള്ളേരെ. അമ്മ നല്ല ആഹാരങ്ങൾ യാക്കോബിന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ കൂടെ വാത്സല്യപുത്രനായി നിൽക്കുകയാ. മൂത്തവനാണ് വേട്ടയിറച്ചി കൊണ്ടുവരുന്നതെങ്കിലും ഇളയവന് പോഷകമായിട്ടുള്ള ചിലതൊക്കെ മാറ്റിവെക്കും. ചില വീടുകളിലൊക്കെ അങ്ങനെയുണ്ട്. വേർതിരിച്ചുള്ളൊരു വിളമ്പ്. സ്തോത്രം ഇല്ലേ? പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പെൺപിള്ളേർക്കൊക്കെ ഒന്നും വറുത്ത മീനൊന്നും ചെയ്യത്തില്ല, വറുത്തത് പൊരിച്ചതൊന്നും കൊടുക്കത്തില്ല. അതുകൊണ്ട് കെട്ടിച്ചെല്ലണ വീട്ടിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. സ്വന്തം വീട്ടിൽ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയത് കിട്ടുമ്പോൾ കെട്ടിച്ചെല്ലണ വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഇല്ലേ? പണ്ടത്തെ കാലത്ത് എല്ലാത്തിലും അടക്കം ഒതുക്കവും ചിട്ടയും എല്ലാം ഉണ്ടായിരുന്നു പ്രിയ മക്കളെ. ഒരു മുതിർന്നൊരു മനുഷ്യൻ വീട്ടിന്റെ വാതിക്കലേക്ക് കടന്നു വരുന്ന കാണുമ്പോൾ വീട്ടിലുള്ള അമ്മയടക്കം പെൺപിള്ളേരെല്ലാവരും എന്ത് ചെയ്യും? എഴുന്നേക്കും. ആമേശ്വരം ഇന്ന് എഴുന്നേക്കോ? അവിടെ ഇരിക്കും. വേണമെങ്കിൽ വരുന്നവന് ഇരിക്കാനുള്ള കസേരപ്പുറത്തേക്ക് കാലം ചെയ്യും. കാല് കെട്ടി വെച്ച് അവിടെ ഇരിക്കും. കയ്യിൽ മൊബൈലുണ്ടൊക്കെ തീർന്ന് ആരാണ് വരുന്നത് ആരാണ് പോകുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ സംസ്കാരം മാറിയില്ലേ പ്രിയ മക്കളെ? നമ്മുടെ സംസ്കാരം ഒത്തിരി മാറിയില്ലേ? ആര് മാറിയെന്നാലും ദൈവജനം മാറരുത് കേട്ടോ. ആര് മാറിയാലും ദൈവമക്കൾ മാറരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ പഠിപ്പിക്കണം. ഇന്ന് പലരും പറയുന്നു അവരങ്ങനെ നടക്കുന്നില്ല, ഇവർ ഇങ്ങനെ നടക്കുന്നില്ല, ആ ചർച്ചിൽ അങ്ങനെ ഉണ്ടല്ലോ, ഈ ചർച്ചിൽ ഇങ്ങനെ ഉണ്ടല്ലോ. നീ അത് നോക്കല്ലേ, ഈ പുസ്തകത്തിൽ എന്ത് പറയുന്നുവോ ആമേശ്വതം നീ അത് നോക്ക. ആമേശ്വതം അന്നുള്ളവനും ഇന്നുള്ളവനും എന്നുമുള്ളവന് സ്വർഗത്തിലെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്ന് എഴുതിയിരിക്കുന്നു അതിൻ പ്രകാരം നീ നോക്ക, അതിൻ പ്രകാരം നീ നടക്ക. നാടോടുമ്പോൾ നടുവ് ഓടാൻ ദൈവ പൈതലിന് പ്രമാണമില്ല. ആമേശ്വതം നിനക്ക് ഓടാൻ നേരെ ഓടാനുള്ള പ്രമാണമേ ഉള്ളൂ.
അവരെങ്ങനെയും നടക്കട്ടെ പ്രിയമക്കളെ, ബൈബിളിലെ വചനം മാറിപ്പോകരുത്. അപ്പോ അപ്പൻ ഒരു മകനെ സ്നേഹിച്ചു, അമ്മ മറ്റൊരു മകനെയും സ്നേഹിച്ചു. രണ്ട് മക്കളും ഒരുപോലെ വളരുകയാണ്. സംഭവിച്ചത് എന്താണെന്നറിയാമോ? രണ്ടുപേരും ഉണ്ടായോ? അപ്പനെ നോക്കാൻ മൂത്ത മകനുണ്ടായോ? അമ്മയെ നോക്കാൻ ഇളയ മകനുണ്ടായോ? എന്താ കാരണം? അമിതമായ സ്നേഹം. അപ്പന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് അനുഭവിച്ചവനാണ് ഈ മകൻ. പലരും മറന്നുപോകും. നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഇന്ന് പലരും പറയുന്നുണ്ട്, പാസ്റ്റേ ഞാൻ ഒത്തിരി കഷ്ടം അനുഭവിച്ച വളർന്നത്, ആ കഷ്ടം എൻ്റെ കുഞ്ഞ് അറിയാതിരിക്കാൻ ഞാൻ അങ്ങനെയാ കുഞ്ഞിനെ വളർത്തുന്നത്. ഒരല്ലലും നിന്നെ തല്ലും. സ്തോത്രം. മക്കൾ തല്ലും. അല്ലൽ അറിയിപ്പിച്ച് വളർത്തിക്കോ. നമുക്കുള്ള ഞെരുക്കങ്ങളിൽ അവർ പങ്കാളികളായി തീരട്ടെ. സ്വന്തം മക്കളോട് പറയണം, അപ്പൻ വളർന്നു വന്നത് ഇങ്ങനെയാ. സ്വന്തം വയറ് നിറച്ച ആഹാരം കഴിക്കാതെയും നല്ലൊരു ഉടുപ്പിടാതെയും വളർന്നു വന്നത്. എന്നാൽ ഇന്ന് ദൈവം തരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അഹങ്കരിക്കരുത്, നെഗളിക്കരുത്. സ്വന്തം അന്ന് നടത്തിയ ദൈവം ഇന്നും നടത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് സ്വന്തം എന്ത് തന്നെ വന്നെന്നാലും ദൈവത്തിന് അധികം മഹത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊള്ളണം. അവിടെയാണ് സ്വർഗത്തിലെ ദൈവം കരുണ കാണിക്കുന്നത്. താഴ്മയുള്ളവനെ ദൈവം നിർത്തുള്ളൂ. നമ്മുടെ മക്കളോട് പറയണം, ഒന്നും അറിയിക്കാതെ ആരെയും വളർത്തരുത്. തലമുറകളോട് പറയണം, വന്ന വഴി പറയണം, പട്ടിണി കിടന്ന വിധങ്ങൾ പറയണം, ഉടുക്കാനില്ലാതായിരുന്ന സമയത്ത് ദൈവം വ്യക്തികളിലൂടെ സഹായിച്ച വിധങ്ങൾ പറയണം. ഒരു നേരത്തെ അരി അടുത്ത വീട്ടുകാരൻ കൊണ്ടുവന്ന് തന്ന വിധം പറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സ്വന്തം കയ്യിലെ പൈസ കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ കൊണ്ട് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുമ്പോൾ പറയണം, ഒരു കാലഘട്ടത്തിൽ കയ്യിൽ പൈസ ഇല്ലാതെ അടുത്ത വീട്ടിൽ അടുത്ത കടക്കാരൻ്റെ അടുക്കൽ കടന്നുപോയി വരുന്ന മാസം കയ്യിൽ കിട്ടുമ്പോൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് പല കുറി വായ്പ വാങ്ങിച്ച് ഇട്ടുവെച്ച് കുടിച്ച വിധം കുഞ്ഞുങ്ങളോട് പറയണം. പ്രൈസ് ദി ലോർഡ്. അവരെ അറിയിക്കാതെ വളർത്തരുത് പ്രിയ മക്കളെ. എന്ത് കാര്യം ആവശ്യപ്പെട്ടെന്നാലും വേഗത്തിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യരുത്. കുഞ്ഞുങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. അപ്പനും അമ്മക്കൊക്കെ ലഭിച്ചിരിക്കുന്നത് ഒരു കാര്യം ആഗ്രഹിച്ച മാസങ്ങൾ കഴിയുമ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. സ്തോത്രം. ഉടുപ്പാനും ഉണ്മാനും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ഇന്ന് സ്തോത്രം. ഇവിടെയുള്ള സാൽവിയ എന്ന് എത്തിയിട്ടുണ്ടോ? ഇല്ല. സ്തോത്രം. ആ കുഞ്ഞ ഏറ്റവും പൊടിക്കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ കാലിലും മാതാപിതാക്കൾ സ്തോത്രം ആലയത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകും. ചെറിയ ചെരുപ്പുണ്ട്, ചെറുത് ഇല്ലേ, ചെറിയ ഷൂ പോലെയുള്ള അല്ലെ പഞ്ഞി പോലെയുള്ള അല്ലെങ്കിൽ തുണി കൊണ്ടുള്ള ഇതൊക്കെ ഇടിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെരുപ്പിട്ടത്. പ്രൈസ് ദി ലോർഡ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പാരമ്പര്യപ്രകാര കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ഒരു വെള്ള ഷർട്ടും വെള്ള കളസവും തലയിലൊരു കപ്പേളയും ലൂണാറിന്റെ ഒരു ചെരുപ്പും ഇട്ടുകൊണ്ടാ പള്ളിയിൽ പോകുന്നത്. അത് കോടീശ്വരന്മാരായ ആളുകൾ ധരിക്കുന്നത് പോലെയുള്ള നിലവാരത്തിലൂടെ കടന്നു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. സ്വന്തം നമുക്കത് മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് മതിയായിരുന്നു. അന്ന് ആ കാലിലിട്ട ചെരുപ്പ്. പ്രൈസ് ദി ലോർഡ്. അത് ആദ്യമായിട്ട് ഇട്ടത് കൊണ്ട് വള്ളി കൊണ്ട് കാല് പൊട്ടി. സ്തോത്രം. ഇന്നത്തെ ഞാൻ പറയുന്നത് നമ്മുടെ നിലവാരം മാറിയ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആ കാര്യത്തെക്കുറിച്ച് ഓർപ്പിച്ചു. ഇന്ന് ഒരു വീടിന്റെ വാതിക്കൽ കടന്നു വരുമ്പോൾ സ്വന്തം അപരിചിതനായിരിക്കുന്ന ഒരു മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന വീട്ടിനകത്ത് 10-20 പേരുണ്ടെന്നാ. സ്വന്തം 3 പേരേ ഉള്ളൂ. ചെരുപ്പിരിക്കുന്ന 12 ജോഡിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം ഉള്ള സംഖ്യക്ക് ഒത്തവണ്ണം പോലും ചെരുപ്പില്ല. ഹല്ലേലൂയ. ആ ഒരു നിലവാരത്തിൽ നമ്മൾ വളർന്നു വന്നതാ. പറയണം കുഞ്ഞുങ്ങളോട്. സ്വന്തം നടക്കാൻ കാലിലിടാൻ ഒരു ചെരുപ്പുണ്ടായിരുന്നില്ല, നല്ലൊരു വസ്ത്രം ഉണ്ടായിരുന്നില്ല, കഴിക്കാൻ നല്ലൊരു ആഹാരം ഉണ്ടായിരുന്നില്ല. തരുന്ന ദൈവത്തെ മറന്നു പോകാതെ വണ്ണം എന്നും ദൈവത്തിന് മഹത്വം കൊടുത്ത് മുന്നിലേക്ക് ഓടുവാൻ സ്വന്തം ആത്മാവിൽ ശരണപ്പെടുവാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. വിളിക്കാൻ ഫോണില്ല, കേൾക്കാൻ യാതൊരു മാധ്യമങ്ങളുമില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അവന്റെ കൃപയാണ്, അവന്റെ ദയ. കുഞ്ഞു പ്രായത്തിലൊക്കെ പഠിക്കുന്ന സമയം, കുഞ്ഞു പ്രായത്തിലല്ലേ 8ാം ക്ലാസ് 8ാം ക്ലാസ് 7ാം ക്ലാസ് അതിന് മുമ്പാറ്റാൻ തോന്നുന്നു റേഡിയോ വീട്ടിലൊരെണ്ണം വാങ്ങിച്ചു. പ്രൈസ് ദി ലോർഡ്. അന്നൊക്കെ ഏറ്റവും വലിയ സംഭവം അല്ലേ സ്തോത്രം റേഡിയോ ഉള്ളത്. സ്തോത്രം. അതിലൂടെ വാർത്തകളും പാട്ടും ഒക്കെ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് മലയാള മനോരമ പത്രത്തിലുണ്ടായിരുന്നു. EM ആകാശവാണി.
ആമേ സമ്പ്രതി വാർത്ത ഹഷിയുന്ത, ആ മനുഷ്യനെ കുറിച്ച് സംസ്കൃതത്തിൽ വാർത്ത വായിക്കുന്ന മനുഷ്യനെ കുറിച്ചുള്ളൊരു പത്രത്തിലെ പരസ്യം നമുക്ക് കേൾക്കാത്ത ഇല്ലേ? സംസ്കൃതമാണെങ്കിൽ നമുക്കത് സുപരിചിതമായിരുന്നു ആദ്യത്തെ ചില വരികളെല്ലാം. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആകയാൽ പ്രിയമക്കളെ, ആമേ ഇതൊക്കെയാണ് നമുക്ക് പ്രശംസ പറയാനുണ്ടായ സംഭവങ്ങൾ. ആമേ സ്തോത്രം. ഇന്ന് അങ്ങനെയാണോ? ആമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ആമേ സ്തോത്രം സോപ്പോട്ടി പരുവത്തിലുള്ള സംഭവങ്ങളെല്ലാം ആമേ സ്തോത്രം ഈ ഇന്നത്തെ ആധുനിക ടെക്നിക്കൽ യുഗം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ആമേ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അറിയുന്നില്ല, തലമുറകളൊന്നും അറിയുന്നില്ല. എന്നാൽ വളർത്തിക്കൊണ്ടുവന്ന അപ്പനെ അറിയിക്കണം മക്കളോട്. കേട്ടോ പ്രിയമക്കളെ? ആമേ പിള്ളേരോട് പറയണം, തലമുറകളോട് പറയണം. എന്നിട്ട് പറയണം, കുഞ്ഞുങ്ങളെ പോയി ഇന്ന് പ്രാർത്ഥിക്കാം. ആമേ ഒരു കാര്യം ആവശ്യമുണ്ടോ? നിനക്കൊരു വസ്ത്രം വേണോ? പോയിരുന്ന് പ്രാർത്ഥിക്കാം. ആമേ സ്തോത്രം. അപ്പൻ്റെ കയ്യിൽ ഇന്നത്തെ പിള്ളേരെ കൊണ്ട് അങ്ങനെ പ്രാർത്ഥിപ്പിക്കാതെ നാം വാങ്ങിച്ചു കൊടുക്കാനുള്ള നന്മ നിങ്ങളുടെ കരത്തിലുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയായി തീരേണ്ടതിനായി എൻ്റെ മകനെ, എൻ്റെ മകളെ, നിനക്ക് അനുകൂലമായത് അനുയോജ്യമായത് ദൈവത്തോട് ചോദിക്കുക. ദൈവം നല്ലത് തരും എന്ന് പറഞ്ഞുകൊണ്ടൊരു 10 മിനിറ്റെങ്കിലും കുഞ്ഞുങ്ങളൊന്ന് മാറ്റിയിരുത്തി പ്രാർത്ഥിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പഴയ കാലഘട്ടത്തിൽ ആമേ ശിലായുഗം മുതലേ ആമേ വന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ്. 2 മക്കളുണ്ടായിരുന്നു. ഇതിനെ 2 വേർതിരിഞ്ഞ് സ്നേഹിച്ചു. ഒരു കൊച്ചിന്റെ മുമ്പിൽ വെച്ച് മറ്റൊരു കൊച്ചിന്റെ കഴിവ് പറഞ്ഞ് മറ്റവനെ താഴ്ത്തുകയും മറ്റവനെ ഉയർത്തുകയും ചെയ്യരുത്. കുടുംബത്തിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ വേരോടുകൂടി പറഞ്ഞു പോകും. ഇവരുടെ വളർച്ചകളിൽ നല്ല പ്രായത്തിലും വരുമ്പോ താഴ്ത്തി പറയുന്നവൻ ആമേ ഉയർത്തി പറഞ്ഞവനെതിരായും, ഉയർത്തി പറഞ്ഞവൻ താഴ്ത്തി പറഞ്ഞവനെതിരായും തിരിയും. അപ്പനും അമ്മയും മരിച്ചു ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാ. അവരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ അതൊരു വേദനയും മുറിവുമായി കിടക്കും. അപ്പനാരെയാ? കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇല്ലേ? വാർത്തകളിൽ ഇടം പിടിച്ചതാ. ഒരു സഹോദരൻ എന്ത് ചെയ്തു? കൊന്നു. ഹല്ലേലൂയ. കൊന്നുകളഞ്ഞു. 2 മക്കളുണ്ടോ? കഴിവ് കുറവുള്ളവനുണ്ടാകും, കഴിവ് കൂടുതലുണ്ടാകും. മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞവരെ ആമേ സ്തോത്രം സ്നേഹിച്ചേക്കണം. അതല്ല എങ്കിൽ അപകടങ്ങൾ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവരായി തീരും. ആമേ ഒരുപോലെ സ്നേഹിച്ചേക്കണം. ഇവിടെ സംഭവിച്ചത് ഈ അപ്പനും അമ്മയും 2 മക്കളെയും പകുത്തെടുത്ത് 2 പേരെയും വ്യത്യസ്ത നിലവാരത്തിൽ സ്നേഹിച്ചു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആമേ 27-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 27-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീണ 2 പിള്ളേര് 9 മാസത്തെയും 1 വർഷത്തെയും ഗ്യാപ്പില്ല, ചില മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജനിച്ചവരാ. പക്ഷേ അമസ്വതം 2 അധ്യായങ്ങൾ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഞാൻ അവനെ കൊല്ലും. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന ഒരു കാലം വരുന്നു. വേട്ടക്കാരന്റെ ഹൃദയത്തിനകത്തളത്തിൽ വളർന്നു വന്ന പക, കയ്പ് അത് വളരാനിടയായി തീർന്നു. ആമേ ഒരു വേടനെ പോലെ അവനായി തീർന്നു. ആമേ ഏത് സ്ഥലത്ത് വെച്ച് കണ്ടെന്നാലും യാക്കോബിനെ കൊല്ലണമെന്ന ചിന്തയോടെ അവന്റെ ഹൃദയത്തിനകത്തളത്തിൽ കുറിച്ചു വെച്ചത് അവൻ പരസ്യമാക്കി പറഞ്ഞു. ഈ വാർത്തയറിഞ്ഞ് ഇളയ മകൻ അമ്മാവന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ആമേ മൂത്ത മകനോ അപ്പൻ തന്നെ അനുഗ്രഹിക്കാത്തത് നിമിത്തം അപ്പൻ ഇഷ്ടമില്ലാത്ത കനാന്യ സ്ത്രീകളെ വിവാഹം കഴിച്ച് അപ്പനും അമ്മയ്ക്കും വേദനയായി തീരത്തക്ക നിലവാരത്തിൽ ജീവിക്കുന്നു. സ്നേഹിച്ചവരെവിടെ? ഏറ്റവും കൂടുതൽ കരുതിയവരെവിടെ? ആമേ സാധുശീലനും കൂടാരവാസിയുമായിരുന്ന യാക്കോബ് റിബേക്കയെ നോക്കാൻ നിന്നില്ല. മകന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ച ഇസഹാക്കിനോട് കൂടെ ആമേ ഏശാവുമില്ല. 2 മക്കളെയും അപ്പനും അമ്മയും സ്നേഹിച്ചതാ ഉണ്ടോ? 2 മക്കളും ഇല്ല. പ്രിയ മക്കളെ, 2 മക്കൾ ഇല്ലെന്ന് മാത്രമല്ല, ബദ്ധ ശത്രുക്കളായി തീർന്നു. എവിടെ വെച്ച് കണ്ടെന്നാൽ ഇനി ഞാൻ കൊല്ലും. ആരാണ് പ്രശ്നമുണ്ടാക്കിയത്? സഹോദരന്മാരാണോ? വളർന്നു വന്ന ഈ മക്കളാണോ? ആരാ? മാതാപിതാക്കളാ. അപ്പന്റെ കുഴപ്പമാ? അമ്മയുടെ കുഴപ്പമാ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ചർച്ചിൽ ചെന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് ആമേ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന്
പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുക, ഭയങ്കര ശല്യമാണ്. അമ്മയെ പിടിച്ചാൽ കിട്ടുന്നില്ല, വലിച്ചാൽ കിട്ടുന്നില്ല. മൊബൈൽ ഫോണാ പാസ്റ്റേ, ഏത് സമയത്തും അവൻ്റെ കയ്യിൽ മൊബൈലാ, ഒരു രക്ഷയില്ല. ആമേ, ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞ് ജനിച്ച കൂടെ ഒരു മൊബൈലും കൂടെ കൊടുത്താണോ കർത്താവ് ജനിപ്പിച്ചത്? ആണോ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ജനിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടോ? ഒരു കൊച്ചിനെയും കൊടുത്തു, ഒരു ഐഫോണും കൊടുത്താണ്. അങ്ങനെയാണെങ്കിൽ പറയാം ഇത് കർത്താവ് ജനനത്തിൽ കൊടുത്തതാണെന്ന്. ആരാ മേടിച്ചു കൊടുക്കുന്നത്? എന്നിട്ട് പറയുന്നത് ഏത് സമയം നോക്കിയെന്നാലും അവൻ്റെ കയ്യിൽ മൊബൈലാണ് പാസ്റ്റേ. ആരാ മേടിച്ചു കൊടുത്തത്? കമ്പനിയുടെ ഓണറാണ് ഇവൻ. സ്വന്തം മാതാപിതാക്കള് കുഞ്ഞുങ്ങൾ ശല്യമുണ്ടാക്കാതിരിക്കാൻ ചെറുപ്രായത്തിൽ ഗെയിം കളിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കുന്ന സംഭവം കുഞ്ഞുങ്ങളുടെ അകത്തളത്തിൽ ഇതിങ്ങനെ വളരും. ഗെയിം മാത്രമല്ല, മറ്റു പലതും വളരും. ആമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വളരെ ശ്രദ്ധിച്ചു കൊള്ളണം, വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ആമേ, സ്വതം ആ ശീലം ദുശീലങ്ങളിലേക്ക് എത്തിച്ചേരും. ആമേ, ഇവർ പലതും സെർച്ച് ചെയ്യും. ഇന്ന് ആമേ ചരിത്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു, ആമേ യൗവനക്കാരുടെ ഇടയിൽ, ബുദ്ധിജീവികളുടെ ഇടയിൽ ഏറ്റവും കൂടുതലായിട്ട് അവർ സെർച്ച് ചെയ്ത് നോക്കുന്നത് എങ്ങനെ നന്നായിട്ട് മരിക്കാം. ഏത് മരണമാണ് നല്ലത്? വിഷം കഴിച്ചുള്ള മരണമാണോ? തൂങ്ങിയ മരണമാണോ? വെള്ളത്തിൽ ചാടിയുള്ള മരണമാണോ? തീപ്പൊള്ളലേറ്റുള്ള മരണമാണോ? വേഗത്തിൽ മരിക്കാനുള്ള പഴുതുകൾ അന്വേഷിക്കുന്ന ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ സെർച്ച് ചെയ്യുന്നത് AI-യോടും ഗൂഗിളിനോടും ചോദിക്കുകയാണ്, എങ്ങനെ മരിക്കാം. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പലതും നമ്മുടെ ദോഷത്തിലേക്ക് കൊണ്ടുപോകുകയാ. ഇവിടെ അപ്പനാണ് തെറ്റ് ചെയ്തത്, അമ്മയാണ് തെറ്റ് ചെയ്തത്. രണ്ടും മക്കളും ഭിന്നിച്ചു പോകാൻ ഇടയായിത്തീർന്നത്. അപ്പനെ കൊല്ലുമെന്നും മകനെ കൊല്ലുമെന്നും വീരവാദം മുഴക്കുന്ന മക്കളും തലമുറകളുമുള്ളൊരു കാലം. ആമേൻ. രണ്ടുപേരും അകന്നുപോയി. ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ അടുത്തൊരു തലമുറയിലേക്ക് നമുക്കൊന്ന് എത്തിച്ചേരാം. ആമേ, ഈ പുറപ്പെട്ടു പോയവനുണ്ടല്ലോ, ഈ പുറപ്പെട്ടു പോയവന് അമസ്വതം കുടുംബമായി തലമുറകളായി യാക്കോബിന് മക്കൾ ജനിക്കാനിടയായി തീർന്നു. ആമേ, നമ്മുടെ പിൽക്കാലത്ത് വന്ന 12 ഗോത്രപിതാക്കന്മാരും അവന്റെ വംശത്തിൽ നിന്നാണ് ഉളവായി വന്നത്. എന്നാൽ അതിൽ ഒരുത്തനെ കൂടുതലായിട്ട് അവൻ എന്ത് ചെയ്തു? സ്നേഹിച്ചു. പേര് ജോസഫ്. വാർദ്ധക്യത്തിൽ ജനിച്ച മകനാകൊണ്ട് മറ്റു മക്കളെക്കാൾ അധികമായിട്ട് ജോസഫിനെ അപ്പൻ എന്ത് ചെയ്തു? കൂടെ നിന്നോ? കൂടെ നിർത്താൻ പറ്റിയോ? ജീവിതകാലം മുഴുവൻ അവനെ ഓർത്തായിരുന്നു അപ്പം കരഞ്ഞത്. എന്നെക്കാൾ അധികമായിട്ട് മകനെയോ മകളെയോ പ്രിയപ്പെടരുത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്തമാ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചനയാ. അതിനെ മറികടന്നുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊന്ന് വായിക്കാം 37-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. സ്തോത്രം. ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് മക്കളിലൊക്കെയും മറ്റു 11 മക്കളിലും ഇല്ലാത്ത കഴിവുകളൊക്കെയും ഒരുപക്ഷെ ഇവനിൽ കണ്ടെന്നിരിക്കാം. പക്ഷെ ഒരേപോലെ സ്നേഹിച്ചേക്കണം. മറ്റു വ്യക്തിത്വങ്ങൾക്ക് അമസ്വതം ഈ ഉള്ള സഹോദരന്മാരോട് പകയോ വിദ്വേഷമോ വരാത്ത നിലവാരത്തിലായിരിക്കണം സ്നേഹം. സ്വത്ത് പങ്കിടുന്നതും. മക്കളെ, അമ്മ 3 സെന്റ് സ്ഥലവും ഒരു ചെറ്റപ്പുരയിടവുമാണെങ്കിൽ 3 പേര് അവകാശികളുണ്ടെങ്കിൽ തുല്യമായി വീതിച്ചു കൊടുക്കാം. കുടുംബത്തിൽ കലഹമുണ്ടാകത്തില്ല. പ്രൈസലോ. അതല്ല എങ്കിൽ ചിലതൊക്കെ നിന്നെ തേടി വരും. നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇവിടെ കാണാൻ സാധിക്കുന്നത് ജോസഫ് യാക്കോബിന് ജനിച്ച വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് മറ്റു മക്കളെക്കാൾ അധികമായിട്ട് അവൻ എന്ത് ചെയ്തു? സ്നേഹിച്ചു. അധിക സമയം താലോലിക്കാൻ പറ്റിയില്ല, അധിക ദിവസം സ്നേഹം കൊണ്ടു നടക്കാൻ പറ്റിയില്ല. മകനെ ചെന്നായി കടിച്ചു കീറി എന്ന് പറഞ്ഞുകൊണ്ട് സ്വതം കുഞ്ഞാടിന്റെ സ്വതം രക്തം അതുമേൽ പുരട്ടി ആ അങ്കി കൊണ്ടുവന്ന് അപ്പന് കൊടുത്തു. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഇരുന്നു കൊണ്ട് ഈ അങ്കി നോക്കിക്കൊണ്ട് യാക്കോബ് കരയുകയാ, എന്റെ മകനെ ജോസഫേ. എത്രത്തോളം അവനെ കരുതിയോ, എത്രത്തോളം അവനെ സ്നേഹിച്ചുവോ, അത്രത്തോളം അധികമായിട്ട് കണ്ണുനീരൊഴുക്കത്തക്ക നിലവാരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി മറിയുവാൻ ഇടയായിത്തീർന്നത് അമിതമായ സ്നേഹമാ. ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നിനെയും അമിതമായിട്ട് എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്.
സംഭവിച്ചതോ? ആമേൻ, സ്തോത്രം. അവന് നല്ലൊരു അങ്കി തയ്ച്ചു കൊടുത്തു. ആ അങ്കി കെണിയായി. മക്കളെ, ഹല്ലേലൂയ. ആ അങ്കി കൊണ്ടായിരുന്നു യാക്കോബിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ അവൻ കരഞ്ഞുകൊണ്ടിരുന്നത്. അവൻ സ്വന്തം വേർതിരിവ് കാണിക്കരുത്. കൊടുക്കുന്നെങ്കിൽ തുല്യമായിട്ട് കൊടുക്കുക. അവൻ കൊടുക്കുന്നെങ്കിൽ നല്ലത് കൊടുക്കുക. എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചു കൊടുക്കുക. ഒരുത്തനെ താഴ്ത്തിയും ഒരുത്തനെ ഉയർത്തിയും നീ കൊടുക്കല്ലേ. അത് ജീവിതത്തിൽ നന്മ വരുത്തത്തില്ല. പിന്നത്തേത് കഷ്ടത്തിനും ദുഃഖത്തിനും പ്രയാസത്തിനും കാരണമായി തീരുവാൻ അത് വഴി തുറക്കുമെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാ. ആത്മീകരായ നമ്മുടെ ജീവിതത്തിൽ ആമേൻ, സ്തോത്രം, ഇന്ന് പലതും ഇത് സംഭവിക്കുന്നുണ്ട്. സ്ത്രീ ആയിക്കൊള്ളട്ടെ, പുരുഷനായിക്കൊള്ളട്ടെ, ആൺകുട്ടി ആയിക്കൊള്ളട്ടെ, പെൺകുട്ടി ആയിക്കൊള്ളട്ടെ, സ്നേഹിക്കുന്ന തുല്യമായി സ്നേഹിക്കുക. ആര് കൂടെ നിൽക്കുമെന്ന് ഒരിക്കലും ചരിത്രത്തിൽ വിധി എഴുതാൻ പറ്റത്തില്ല. ആര് കൂടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാ. അതും നിന്റെ ഹൃദയത്തിന്റെ നിലവാരം അറിഞ്ഞുകൊണ്ട്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് പ്രിയമക്കളെ, ഇവിടെ അപ്പൻ വാർദ്ധക്യത്തിൽ ജനിച്ച മകൻ ജോസഫിന് കൂടുതൽ സ്നേഹിക്കുകയും അവന് നല്ലൊരു അങ്കി തയ്ച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയല്ലേ? വായിച്ച 3-ാമത്തെ വാക്യം. യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. സ്തോത്രം. കേട്ടോ, ഇന്ന് പല കുടുംബത്തിലും കോടതി കയറി നടക്കുന്നതും പല കുടുംബത്തിലും സ്വത്തുപരമായി അവകാശം പരമായിട്ട് സ്വത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നതിന് കാരണം പകയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മീകരായ നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം നമ്മുടെ ബുദ്ധിയോട് ഇടപെടുകയാണ്. സ്നേഹിക്കുന്നത് ആദ്യ സ്നേഹം ദൈവത്തിന്. വേർതിരിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്. കഴിവുള്ള കുഞ്ഞിനെ കഴിവ് കുറവുള്ള കുഞ്ഞിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയും, അവളെ പോലെയാക, അവനെ പോലെയാക. 10 പ്രാവശ്യം കേൾക്കുമ്പോൾ ആരെയാണ് ഉയർത്തി പറയുന്നത്? അവനെ തകർക്കണം. എന്റെ ചെറുപ്രായം മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാ. ഒരുത്തനെ ഉയർത്തി ഒരുത്തനെ താഴ്ത്തി പറയുന്നത് വൈരാഗ്യമുണ്ടാകുവാനിടയായിത്തീരും, വേദനകൾ വർദ്ധിക്കുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇവനെ പകച്ചു. ഈ 10 ചേട്ടന്മാരും ചേർന്ന് ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. കൊന്നുകളയാൻ പദ്ധതിയിട്ടപ്പോൾ ഒരുത്തന്റെ ഹൃദയത്തിൽ അലിവ് തോന്നി, ഒരുത്തന്റെ ഹൃദയത്തിൽ മനസ്സലിവ് തോന്നി. ഹല്ലേലൂയ. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. പക്ഷേ അപ്പൻ സ്നേഹിച്ചുണ്ടാക്കി കൊടുത്ത അങ്കി അപ്പന്റെ ജീവിതത്തിൽ കെണിയും കുടുക്കിനും കാരണമായി തീർന്നു. ആരോടാന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ നിന്റെ മുമ്പിൽ നല്ലതെന്ന് തോന്നിക്കൊണ്ട് നിന്റെ മുമ്പിൽ നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ചില കുഞ്ഞുങ്ങളോട് അമിതമായിട്ടുള്ള ചില സ്നേഹങ്ങൾ നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വർദ്ധിക്കുമ്പോൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മ പറയുന്നു, ഇത് യേശുവിന്റെ വാക്കായിട്ട് എടുക്കുക. ദൈവത്തെ മാത്രമേ സ്നേഹിക്കാവൂ, അവന് മാത്രമേ മഹത്വം കൊടുക്കാവൂ. അന്യായമായിട്ട് എന്തെങ്കിലും നീ സ്നേഹിച്ച നിശ്ചയമായിട്ട് ഒരുപക്ഷെ അത് നിന്റെ കരത്തിൽ കാണത്തില്ല, കൂടെ നിൽക്കത്തില്ല, ചില മേഖലകളിലേക്ക് മാറ്റിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പലരും ഇങ്ങനെ പകച്ച് തരിച്ചിരിക്കുക. ശരിയാണല്ലോ പാസ്റ്റേ, ഇങ്ങനത്തെ ഒരു സംഭവം എൻ്റെ ഹൃദയത്തിലുണ്ട്. അവനെ പോലെയല്ല, അവളെ പോലെയല്ല.
ഇന്നയാളെന്നൊരു ചിന്തയുണ്ട്. അമസ്വത്ത് ഒരുപോലെ സ്നേഹിച്ചേക്കണം. സഹോദരന്മാരുടെ അകത്തളത്തിൽ കൊച്ചു സഹോദരനോട് വൈരാഗ്യം ഉളവാകാൻ കാരണം അപ്പന്റെ അമിത സ്നേഹമാണ്. ജോസഫിന്റെ കുഴപ്പമാണോ? ഇല്ലെന്നേ. അപ്പൻ അവനെ അധികം സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൻ അവന് മാത്രമായിട്ട് പ്രത്യേകമായ ഒരു കരുതല്. ഹല്ലേലൂയ. പഴയ കാലഘട്ടത്തിലൊക്കെ ആൺപിള്ളേർക്കൊക്കെ പെൺപിള്ളേരൊക്കെ കാണാതെ ആഹാരത്തിലൊക്കെ ചിലതൊക്കെ കൊടുക്കും. അമ്മ കുറച്ച് കൂടുതൽ ചില കരുതലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലം അങ്ങനെയല്ല. അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ് ഈ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലത്തിൽ എത്രയോ അധികം ഒരു കുടുംബത്തിലെ പല വ്യക്തിത്വങ്ങൾ കോടതിക്കകത്താണെന്നേ. അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുക ചെറുതല്ല. ആമേൻ. കാരണം ചിലതിനോടുള്ള അമിതമായ സ്നേഹം, ചിലതിനോടുള്ള അമിതമായുള്ള കരുതൽ. എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ വീതം വെക്കുമ്പോൾ ഒരുമിച്ച് കൊടുക്കട്ടെ. നിന്നെ നോക്കുകയോ നോക്കാതിരിക്കുകയോ അതൊന്നും കരുതണ്ട. സ്വന്തം മക്കളാണെങ്കിൽ ചെയ്യുന്നത് നീതിയോടെ ചെയ്യട്ടെ. അത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരും. അല്ലെങ്കിൽ ദോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആമേൻ. ഇനി ഇവരുടെ അപ്പൂപ്പൻ്റെ ഇതിവിടെ നിൽക്കട്ടെ കേട്ടോ. ഞാൻ എല്ലാ സ്ഥലത്തും മുറിച്ചു പോകുകയാണ്. 2-3 തലമുറകളെ ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞത് കൊണ്ട് സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ ഞാൻ നിൽക്കുകയാണ്. ഇവരുടെ അപ്പൂപ്പനുണ്ട്. ആരാ? അബ്രഹാം. അബ്രഹാമിനും ഇതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ ജനിച്ചൊരു മകനാണ് ആര്? ഇസഹാക്ക്. അവിടെ നിന്ന് തുടങ്ങുന്നത്. അത് കണ്ട മകൻ തിരിച്ചറിഞ്ഞില്ല. അത് കണ്ട അവന്റെ മകനും തിരിച്ചറിഞ്ഞില്ല. അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിലേക്ക് അവർ യാത്ര ചെയ്യുവാനിടയായി തീർന്നു. അവനോട് 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അബ്രഹാമിനെ യഹോവയായ ദൈവം പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ നീ സ്നേഹിക്കുന്ന, ഒന്ന് വായിച്ചേ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ, അവിടെ ചേർക്കുന്നത് കണ്ടോ? നിന്റെ മകൻ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായിരിക്കുന്ന ഇസഹാക്കിനെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് മക്കളിലേക്ക് സ്നേഹം പോകാൻ തുടങ്ങിയെന്ന് സ്വർഗത്തിലെ ദൈവം കണ്ടപ്പോൾ, ഇതാരോടൊക്കെയുള്ള സന്ദേശമാണ് കേട്ടോ പ്രിയ മക്കളെ. മടങ്ങി വരണം. ഇന്ന് പകൽക്കാലം മടങ്ങി വരണം. ആദ്യ സ്നേഹം ദൈവത്തിന്. മക്കൾക്ക് പലവിധമായ കഴിവുകളുണ്ടാകും, പലവിധമായ ഗുണങ്ങളുണ്ടാകും. ആ ഗുണത്തെ കഴിവിനെ നോക്കിക്കൊണ്ട് അതിലേക്ക് നിന്നെ ശ്രദ്ധ പോകരുത്. ആ ഗുണവും കഴിവും കൊടുക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരാണ് സർവശക്തനായ ക്രിസ്തു. അല്ലാതെ കുഞ്ഞുങ്ങളിൽ ഉണ്ടായി വരുന്നതല്ല, ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് അതൊക്കെ ഉളവായി വരുന്നത്. ഇന്ന് പകലിൽ ശ്രദ്ധിക്കട്ടെ. ഇവിടെ സ്തോത്രം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായിരിക്കുന്ന ഇസഹാക്കിനെ തന്നെ എനിക്ക് എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. ഇതെന്തൊരു വിധിയാ! 100-ാമത്തെ വയസ്സിൽ ലഭിച്ച കുഞ്ഞാ. ഈ കുഞ്ഞിനെ യാഗം കഴിക്കണമെന്നാണ് പറയുന്നത്. അതെ, നിന്റെ സ്നേഹം ആരോടാണ് എന്നുള്ളത് എനിക്കൊന്ന് കാണണം. നിങ്ങൾ ചരിത്രപരമായിട്ട് സ്തോത്രം ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. പല മാതാപിതാക്കളും പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാതുകളിൽ ഉണ്ടാകും. ഞാൻ അവനെ വളർത്തിയത് അങ്ങനെയല്ല, ഞാൻ അവളെ വളർത്തിയത് അങ്ങനെയല്ല, എനിക്ക് 4 മക്കളുണ്ടെങ്കിലും എനിക്ക് 5 മക്കളുണ്ടെങ്കിലും അവനെ കുറച്ചധികം സ്നേഹിച്ചിരുന്നു. ഇന്ന് ആ കുഞ്ഞില്ലെന്നേ. ആമേൻ. ഇന്ന് ആ കുഞ്ഞ് കൂടെയില്ല. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മാറ്റുന്നതാ സ്വർഗത്തിലെ ദൈവം. ഇവരെയെല്ലാം പറിച്ചു മാറ്റി മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് സന്തോഷിക്കേണ്ട കുഞ്ഞുങ്ങളെ നോക്കി ദുഃഖിക്കാൻ തുടങ്ങി. നൃത്തം ചെയ്യേണ്ട കുഞ്ഞുങ്ങളെ നോക്കി വിലപിക്കാൻ തുടങ്ങി. മാതാപിതാക്കൾ ദുഃഖത്തിനും പ്രയാസത്തിനും കാരണമായി തീർന്നു. ഇവിടെ നീ സ്നേഹിക്കുന്ന പിന്നെ ഏകജാതനായിരിക്കുന്ന ഇസഹാക്കിനെ തന്നെ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. യാഗം കഴിക്കണം. റബന ഹസ്തൽ കടകരഗക്ഷതാരഗസി അർദ്ധരാജകൽപവിടമനഗക്ഷുപാരഗസി അന്തരേ. ഹല്ലേലൂയ. അപ്പൻ അത് ഏറ്റെടുത്തു. ഒന്ന് വായിച്ചേ. നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു.
അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ്. ഓ സ്തോത്രം! ആ മനുഷ്യനോട് മാത്രമാണ് ഇടപെട്ടത്. ഒരുപക്ഷെ ഭാര്യ അറിഞ്ഞിരുന്നെങ്കിൽ, സാറ അറിഞ്ഞിരുന്നെങ്കിൽ അതൊരിക്കലും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ആ മനുഷ്യനും അറിയിച്ചില്ല. അവന്റെ വിശ്വാസം പോലെ ഒരുപക്ഷെ ഭാര്യയ്ക്കുണ്ടാകണമെന്നില്ല. അവൻ ആഴമായി അങ്ങ് വിശ്വസിച്ചു. ഈ മകനെ എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഇവനെ പോലെ, അല്ലെങ്കിൽ റോമാലേഖനത്തിൽ പറയുന്നത് ഇവനെ പോലെ തന്നെ ഒരുത്തനെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അപ്പനും മകനും ആ മല ചവിട്ടി കയറുവാനിടയായി തീർന്നു. ആ മോറിയ മലയിലേക്ക് കയറി പോകുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിനകത്തളത്തിൽ അല്പം പോലും അവിശ്വാസമില്ല. അവൻ വിശ്വസിക്കുകയാണ്, ഇവൻ ഇവിടെ വെച്ച് തീർന്നെന്നാലും ഇവനെ പോലെ ഇത്രയും ഉയരമുള്ള, ഇത്രയും നിറമുള്ള, ഇത്രയും സൗന്ദര്യമുള്ള, ഇതേ പ്രായത്തിലുള്ള ഒരുത്തനെ ദൈവം എനിക്ക് മടക്കി തരും. ആ വിശ്വാസത്തോടെ അപ്പനും മകനും എന്ത് ചെയ്യുന്നത്? മല ചവിട്ടി കയറുന്നത്. ഹല്ലേലൂയ! അവിടെ ചെന്ന് മകൻ ചോദിക്കുന്നുണ്ട് അപ്പനോട്, സ്വതം വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, യാഗമൃഗം എവിടെ? അപ്പം പറയുന്നു, യഹോവയേ, ദൈവം കരുതിക്കൊള്ളും. ആ അപ്പുപ്പന്റെ ചരിത്രമറിയാവുന്ന യാക്കോബ് തെറ്റി, ആ അപ്പന്റെ ചരിത്രമറിയാവുന്ന ഇസഹാക്ക് തെറ്റി. ഇതൊക്കെ ഇന്ന് പകലിൽ ഞാൻ പറയുന്നതിന്റെ കാരണം ആരുടെയോ ഹൃദയം, ചില വ്യക്തികൾ പറയാറുണ്ട്, എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്റെ കോച്ചിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെന്നാ വിധം മാറും. ആത്മീക ജീവിതമൊക്കെ അങ്ങ് മാറ്റിവെക്കുന്നേ. കറുത്ത പൈൻറ്റിട്ട പുസ്തകമൊക്കെ അങ്ങ് മാറ്റിവെക്കും. ഹല്ലേലൂയ! എടാ, യാക്കോബിലേക്ക് നോക്ക്, ഇസഹാക്കിലേക്ക് നോക്ക്, അബ്രഹാമിലേക്ക് നോക്ക്. നിനക്ക് തലമുറകളെ തന്ന ദൈവമാണെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ഒരുത്തന്റെ തീ വീണ കറ്റക്കുട്ടമോ വിളമോ നിലമോ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ തീയിട്ടവൻ അതിന് ഉത്തരവാദിയെന്ന തിരുവെഴുത്തിൽ പറയുന്നത്. എനിക്കും നിങ്ങൾക്കും സന്തതിയെ തന്നവൻ സന്തതികളുടെ മേൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധികളെ നീക്കിത്തരുവാൻ ശക്തനായ ദൈവമെന്ന് ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവന് വേണ്ടി സ്വർഗം ചോദിക്കും, അവന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. ഇല്ലേ? ഇന്ന് നിലവാരങ്ങൾക്ക് മാറ്റം വരികയാ, ഇന്ന് സ്ഥിതിഗതികൾക്ക് മാറ്റം വരികയാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേശ്വരം അപ്പൻ, ആമേശ്വരം മക്കളെ കുറിച്ച് ഇങ്ങനെ പറയുകയാ, ദോഷമായിട്ടുള്ളതെന്ന് എന്തെങ്കിലും എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ വിശ്വാസവും ത്യജിക്കും, വേണമെങ്കിൽ ബൈബിളും മാറ്റിവെക്കും, ആരാധനയും നിർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ! അങ്ങനെയുള്ളൊരു വിശ്വാസ ജീവിതമല്ല പ്രിയമക്കളെ നയിക്കേണ്ടത്. സത്യത്തിലും ആത്മാവിലെ അന്ത്യത്തോളം എന്നെ ജനിപ്പിച്ചവൻ തന്നെയാണ് എനിക്ക് തലമുറകളെ തന്നിരിക്കുന്നത്. എന്നെ ഉളവാക്കിയവൻ തന്നെയാണ് എനിക്ക് തലമുറകളെ തന്നിരിക്കുന്നത്. ആ തലമുറകളെ നോക്കുക, അവരെ നിയന്ത്രിക്കുക. അപ്പന്റെ കരം എന്നോട് കൂടെ ഇരിക്കുമെന്ന് ആഴമായി വിശ്വസിക്കാൻ എത്ര വ്യക്തിത്വങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ആ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്, അവർക്ക് വേണ്ടി ആ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഇന്ന് പകലിൽ അവന്റെ സാന്നിധ്യമുണ്ട് പ്രിയമക്കളെ, ഇന്ന് പകൽ തന്നെ അവന്റെ സാന്നിധ്യമുണ്ട്. നീ സ്നേഹിക്കുന്ന, നിന്റെ ആദ്യ ഏകജാതനായിരിക്കുന്ന ഇസഹാക്കിനെ തന്നെ. ഞാനിതും ഇവിടെ മുറിച്ച് നിർത്തുകയാ. അടുത്തൊരാളിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പേര് യോബെന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. 1, 2, 3, 4 കുടുംബങ്ങളല്ല പ്രിയ മക്കളെ, അനവധി കുടുംബങ്ങൾ പുസ്തകത്തിനകത്തളത്തിലുണ്ട്. അനവധി കുടുംബങ്ങൾ. മക്കൾ തമ്മിൽ ചിത്രിച്ചു പോകുവാൻ, മക്കൾ തമ്മിൽ ഇടറിപ്പോകുവാൻ, മക്കൾ തമ്മിൽ വെട്ടും കുത്തും വീഴുവാൻ, മക്കൾ തമ്മിൽ പരസ്പരം കൊല്ലുവാൻ ഇടയായിത്തീർന്ന മക്കളല്ല. ആരാ? അപ്പനും അമ്മയും മാതാപിതാക്കളാ. മടങ്ങി വരണം. അതുകൊണ്ട് തിരുവഴുത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട്. ആമേശ്വരം 128 സങ്കീർത്തനം ഒന്ന് വായിച്ചേ. 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ.
നിന്റെ കൈകളുടെ അധ്വാനഫലം നീ നിന്റെ തിന്നും. കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ നീ വരും. ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് നിന്റെ ചുറ്റും മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ആമേ. യഹോവയെ ഭയപ്പെട്ട് ജീവിക്കുന്ന അപ്പന്റെ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാര്യയും അവന്റെ മക്കളും. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ വളഞ്ഞ വഴിയിൽ നടന്നിട്ട് മക്കൾ നേരെയാകണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ആമേശ്വരം ഇന്ന് കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ വചനം കേട്ടു. വളവുള്ളത് നേരെയാക്കാൻ വയ്യ. ആമേശ്വരം വളഞ്ഞു പോയാൽ നമ്മളെ കൊണ്ടെന്നല്ല, അവൻ ഈ ലോകത്തിനെ കൊണ്ട് നന്നാക്കാൻ പറ്റത്തില്ല. അവൻ നന്നാക്കിയെടുക്കാൻ കഴിവുള്ള ഒരേ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ വളവ് നിവർത്തി അത്ഭുതകരമാമണ്ണം നടത്തും. നമ്മളായിട്ട് വളച്ചു കളയുന്നത് ഒരുപക്ഷെ നമുക്ക് നിവർത്താൻ കഴിഞ്ഞില്ല എന്നിരിക്കും. പ്രീസലോ ഇവിടെ പറയുന്നത് നീ ദൈവത്തെ ഭയപ്പെടണം കേട്ടോ. ചുറ്റുപാട് നോക്കുന്ന വ്യക്തിത്വങ്ങളുടെ ഒരുപാട് കുറവുകൾ നമുക്ക് കാണാൻ കഴിയുന്നിരിക്കാം. ഞാനൊരു അപ്പനാ. സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഞാനൊരു പാസ്റ്ററാ. പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ അകത്തളത്തിൽ ഞാനൊരു അപ്പനാ. ഞാൻ വളഞ്ഞു നടന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നേരെയാക്കാനും എൻ്റെ ഭാര്യയെ നിയന്ത്രിക്കാനും ഒരുപക്ഷെ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കൊന്ന് ഉറ്റുനോക്കണം. നീ കറക്റ്റാണോ? സ്വർഗം കറക്റ്റ് ചെയ്യും. നിന്നെ കൊണ്ട് കറക്റ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് കറക്റ്റ് ചെയ്യും. പ്രൈസലോ. അല്ലെങ്കിൽ ഈ വചനം തെറ്റാ. തിരുവഴുത്തിൽ കാണാൻ സാധിക്കുന്ന യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. നിനക്കെന്ത് ചെയ്യും? നന്മ വരും. നിന്റെ കൈകളുടെ അധ്വാന ഫലം ചിതറിപ്പോകത്തില്ല. കൊയ്ത്ത് കാലമാകുമ്പോൾ വെള്ളം കയറിയത് നഷ്ടപ്പെട്ടു പോകത്തില്ല. എക്സ്ട്രാ ചെലവുകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. നിന്റെ അധ്വാന ഫലം 10 കിട്ടിയോ അത് 10 നിനക്ക് അനുഭവിക്കത്തക്ക തലത്തിലേക്ക് പരിശുദ്ധ ദൈവ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തി നടത്തും. അതിന് നീ കറക്റ്റ് ചെയ്യണം. ഞാൻ കറക്റ്റ് ചെയ്യത്തില്ല. ഒരിക്കൽ നിക്കോദോമോസ് യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും പ്രായമുള്ള മനുഷ്യനാ, ഇനി രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കണമെന്നാണോ നീ പറയുന്നത്? റബ്ബി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ ഇല്ലടാ, മാനസാന്തരപ്പെടണം. യേശു പറഞ്ഞത് നീ ആമേശ്വതം ശിശുവായിട്ട് അമ്മയുടെ ഉദരത്തിൽ കിടന്നിട്ട് ജനിക്കണമെന്നല്ല. നിന്റെ ഈ ഹൃദയമുണ്ടല്ലോ, വളർന്നു കൊണ്ടിരിക്കുന്ന ഹൃദയം, അതൊന്ന് താഴ്ത്തണം. ആമേൻ. താഴ്ത്ത നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന് അവനെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരും. അടുപ്പിക്കേണ്ടവൻ അവിടെ അടുപ്പിക്കും. കൊണ്ടുപോകേണ്ടവൻ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാനിടയായി തീരും. ജീവിതത്തിൽ മാറ്റം വരുമ്പോഴാണ് സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുന്നത് പരിശുദ്ധ ദൈവത്തിന്റെ കരുതല്. അമിതമായിട്ടൊന്നിനെയും സ്നേഹിക്കരുത്. അവിടെ പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനാകുന്ന പുരുഷൻ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടവനാകും. അല്ലെങ്കിൽ യഹോവ ഭക്തനും ഉണ്ടാകത്തില്ല, അനുഗ്രഹവും ഉണ്ടാകത്തില്ല. എത്ര വർഷം വേണമെങ്കിലും ഈ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. കടവും കടപ്പടിയും കടബാധ്യതകളും ഭാരവും പ്രയാസവും. കുടുംബത്തിൽ അകത്തളത്തിൽ കയറിയ സമാധാനമില്ല, സന്തോഷമില്ല. സ്തോത്രം. നീ ഒന്ന് കറക്റ്റ് ചെയ്തേ. പലരും പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ കൺട്രോളിലല്ല പാസ്റ്റർ മക്കൾ നിൽക്കുന്നത്. എടാ, നിനക്ക് ദൈവത്തിന്റെ കൺട്രോളിൽ നിൽക്കാമോ? എന്റെ കൺട്രോളിലല്ല പാസ്റ്റർ കുടുംബം നിൽക്കുന്നത്. എടാ, നിനക്ക് ദൈവത്തിന്റെ കൺട്രോളിൽ നിൽക്കാമോ? ബാക്കി കർത്താവ് ചെയ്യും. നമ്മൾ അവന്റെ കരത്തിലിണങ്ങുന്ന ഒരു ആയുധമായി തീർന്നു എങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ കുടുംബത്തെയും തലമുറകളെയും കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ദൈവം ക്രമീകരിക്കും. ആമേൻ. ആരെല്ലാം തെറ്റിക്കിടക്കുന്നുണ്ടോ യഥാസ്ഥാനത്താക്കുവാൻ കഴിവുള്ള ഒരുത്തരെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. സമയം മുമ്പ് ഒക്കെ പോകുക. ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ യോബ് പക്ഷേ തന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു.
മക്കളെക്കുറിച്ചുള്ള ഒരു ഭയവും ഭീതിയും പിതാവിനെ ഭരിച്ചുകൊണ്ടിരുന്നു. തന്റെ കുഞ്ഞുങ്ങളെ വല്ല തെറ്റിലും പെട്ടകപ്പെട്ടു പോകുമോ? ആമേ വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകങ്ങൾ കൊണ്ട് അവസാനിക്കുമ്പോൾ ആമേ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് യോബ്. പാപം ചെയ്തു പോയെന്നല്ല പറയുന്നത്, പാപം ചെയ്തു പോയിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട്, പുതുദോഷം സങ്കല്പിച്ചുകൊണ്ട് തന്റെ മക്കളുടെ സംഖ്യക്കൊത്തവണ്ണം യാഗം കഴിച്ച ഒരേ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ യോബ്. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് മറ്റാരുടെയും ജീവിതത്തിൽ ഇല്ലാത്ത തലത്തിലൂടെ കഷ്ടത യോബിന്റെ ജീവിതത്തിൽ വന്നത്? മറ്റൊരാളും ചെയ്യാത്ത പ്രവൃത്തിയും ചെയ്തിട്ടുണ്ട്. പാപം ചെയ്തിട്ട് യാഗം കഴിക്കുന്നതെങ്കിൽ നല്ലത്. ത്യജിച്ചു പോയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തകൾ കൊണ്ട് മക്കളെ വരുത്തി അമിശ്വത യാഗം കഴിച്ചുകൊണ്ടിരുന്നു. മക്കളോടുള്ള അമിതമായ സ്നേഹം സംഭവിച്ചതെന്താ? എന്ത് സംഭവിച്ചു? കൂടെ ഇരുന്നോ? ഭാര്യയ്ക്ക് വേണ്ടി യാഗം കഴിച്ചെന്നാണോ? അല്ലെന്നേ, ഭാര്യ ഉണ്ട്, ഭാര്യയെ നിർത്തി മക്കൾക്ക് വേണ്ടി യാഗം കഴിച്ചുകൊണ്ടിരുന്നു. മക്കളെ എടുത്തു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ട് പറയുന്നത്? ആമേ, പലരുടെയും ജീവിത മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു വസ്തുതയാ. നമ്മൾ അറിയാതെ വണ്ണം നമ്മുടെ ഹൃദയം ചിലതിനോടൊക്കെ പറ്റിച്ചേർന്ന് പോകുന്നുണ്ട്. ആശ്രയവും ആശ്വാസവും സ്വർഗത്തിലെ ദൈവമാ, മനുഷ്യനല്ലോ. ആമേ, തിരുവഴുത്തിൽ പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ആശ്രയിക്കുന്ന ചിലതൊക്കെയും ആമേ ഒരുപക്ഷെ കൂടെ നിൽക്കണമെന്നില്ല, പക്ഷെ അന്ത്യത്തോളം നടത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ പറ്റിയിരുന്നു കൈവിട്ട് കളയത്തില്ല, പെരുവഴി വിട്ട് കളയത്തില്ല, അന്ത്യം വരെ നടത്തുവാൻ അവൻ ശക്തനാ. എല്ലാ കുടുംബത്തിലും ഉണ്ടെന്നല്ലേ ഞാൻ പറയുന്നത്. ചില കുടുംബങ്ങളിലുണ്ട് 2 3 കുഞ്ഞുങ്ങളുള്ള 3 4 കുഞ്ഞുങ്ങളുള്ള കുടുംബത്തിനകത്തളത്തിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞുള്ളെങ്കിൽ പോലും അടുത്ത വീട്ടിലെ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നിന്നെ എന്തിന് കൊള്ളടാ, ബുദ്ധിയില്ലാത്തവനെ, കഴുതേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആമേശ്വതം ചിലതിനെ കാണിച്ചു ഉയർത്തി പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഒന്ന് തിരുത്തി പറഞ്ഞേക്കണം, ഇന്നൊന്ന് മടങ്ങി വന്നേക്കണം. ആമേശ്വതം ദൈവം കൊടുത്ത കഴിവേ അവനുള്ളൂ, ദൈവം കൊടുത്ത കഴിവേ അവൾക്കുള്ളൂ, ദൈവം കൊടുത്ത സൗന്ദര്യമേ അവനുള്ളൂ, ദൈവം കൊടുത്ത സൗന്ദര്യമേ അവൾക്കുള്ളൂ. ആരും നിന്ദിക്കരുത്, ആരും പരിഹസിക്കരുത്. ദൈവം കൊടുത്തതിനപ്പുറമായിട്ട് ഒന്നും തന്നെ ഇല്ല പ്രിയ മക്കളെ. വചനം പറയുന്ന, ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ അത് കൊടുത്ത സൃഷ്ടാവെങ്കിലേക്ക് നീ നോക്ക, നിറച്ചു തരുവാൻ അവൻ ശക്തനാ. ആമേൻ. അപ്പൊ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ആമേശ്വരൻ തന്റെ പുത്രന്മാരെ എല്ലാവരെയും വരുത്തി അവരുടെ സംഖ്യക്കൊത്തവണ്ണം യാഗം കഴിച്ചിരുന്ന ഒരു മനുഷ്യൻ യോബ്. ഒരു സമയം ഒരു ബാല്യക്കാരൻ ഓടി വന്ന അപ്പനോട് അറിയിക്കുക, യജമാനനെ, ഒരു തീ വീണു, മക്കൾ എന്ത് ചെയ്തു? മക്കൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം ആശ്രയിച്ചിരുന്നോ അതെല്ലാം തന്റെ ജീവിതത്തിൽ നിന്ന് കൈവിട്ടുപോയി. ഒന്നിനെയും അമിതമായിട്ട് എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. യാക്കോബിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഏശാവിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഇസഹാക്കിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? യോബിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? തിരിച്ചറിവിലേക്ക് പരിശുദ്ധ ദൈവം നമ്മൾ കൊണ്ടുപോകുകയാ. ആമേൻ, സ്തോത്രം. ഇന്ന് പകലിലൊന്ന് മടങ്ങി വരുവാൻ കഴിയുമോ? പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവന്റെ പദ്ധതിക്കൊത്തവണ്ണം ഇന്ന് പകലിലൊന്ന് മടങ്ങി വരുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേ, 2 എണ്ണമുണ്ടോ? ഒരുപോലെ സ്നേഹിച്ചോ. ആമേ, സ്തോത്രം. ആമേ, 3 എണ്ണമുണ്ടോ? ഒരുപോലെ സ്നേഹിച്ചോ. 4 എണ്ണമുണ്ടോ? ഒരുപോലെ സ്നേഹിച്ചോ. കൊടുക്കുന്നതെല്ലാം വീതിച്ചു കൊടുത്തോ. ആമേ, ഒരുത്തനെ ഉയർത്തിയും ആമേ ഒരുത്തനെ താഴ്ത്തിയും കാണല്ലേ. ആമേ, ജീവിതത്തിൽ രണ്ടും ഉണ്ടാകത്തില്ല. ഇത് രണ്ടും നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീരും. തിരുവെടുത്ത് ആമേ ആധുനിക ലോകത്തിൽ എഴുതി വെച്ചിരുന്നത് മാത്രമല്ല, ആമേ പുരാതന ലോകത്തിൽ എഴുതി വെച്ചത് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ നിരത്തുകയാണ്. ആ കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ പ്രിയമക്കളെ? ഉണ്ടെന്നേ. പലരും പറയുന്നില്ല, ധരിച്ചിരിക്കുകയാ. ദൈവമേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഭവിക്കരുതേ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേക്കണം.
കർത്താവിന്റെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്തേക്കണം. കർത്താവ് നീ തന്നതാ. ആമേൻ, സ്തോത്രം. ഞാൻ നോക്കുമ്പോൾ കുറെ കുറവുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ നിനക്ക് ആ കുറവ് പരിഹരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. പ്രീശലോ, അപ്പം തന്നത് അപ്പന്റെ കരത്തിലേക്ക് കൊടുക്കുക. കേട്ടോ കുഞ്ഞുങ്ങളെ, ആമേൻ, നിങ്ങൾ സ്വയത്തിൽ തന്നെ നിങ്ങളോട് തന്നെ ഒരു ദോഷം തോന്നരുത്. ഒരിക്കൽ ആമേൻ, 12 പ്രഭുക്കന്മാരെ അനാന്തേശം ഉറ്റുനോക്കുവാൻ വേണ്ടി കടത്തിവിട്ടപ്പോൾ 10 പേരും കടന്നു വന്ന് വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ വെട്ടുകിളികളെ പോലെ തോന്നി എന്നാ പറയുന്നത്. കേട്ടോ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത്. നിങ്ങൾക്കുള്ള സൗന്ദര്യം, നിങ്ങൾക്കുള്ള കഴിവ്, നിങ്ങൾക്കുള്ള കൃപ, ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുക. ചില വ്യക്തിത്വങ്ങൾക്കുണ്ട്, അയ്യോ എനിക്ക് കളറില്ല, നിറമില്ല, സൗന്ദര്യമില്ല, അഴകില്ല, ഉയരമില്ല, ആമേശ്വരം, ഇങ്ങനെയുള്ള ചില കോംപ്ലക്സുകൾ. എനിക്ക് അവനെ പോലെ ബുദ്ധിയില്ല, എല്ലാത്തിലും A+ കിട്ടിയില്ല. അതൊക്കെ നിന്റെ ചിന്തകളാണ്. നിനക്ക് എത്ര മാർക്ക് വേണം, ഇന്ന് നിന്റെ തലയിൽ എത്ര മുടി ഉണ്ടാകണം, നീ ഏത് ആരോഗ്യത്തോടെ നടക്കണം, നീ എവിടെ പോകണം, എന്ത് കഴിക്കണം, എന്തുടുക്കണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അപ്പൻ ആഗ്രഹിക്കുന്ന പോലെ നടക്ക്. സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊന്നും ആമേശ്വരം അല്ലതൊക്കെ ഒന്നും തേച്ച് പിടിപ്പിക്കണ്ട കേട്ടോ. നിനക്കുള്ള സൗന്ദര്യം സ്വർഗം തന്നിട്ടുണ്ട്. പ്രൈസലോ, സൗന്ദര്യ കുറവാണ് എന്ന് കരുതിക്കൊണ്ട് നീ ഭാരപ്പെടുകയും ചെയ്യണ്ട. പ്രൈസലോ, വേണോ വേണ്ടെന്ന്. നിനക്ക് തക്കതായ തുണയെ സ്വർഗം ഒരുക്കി തരും. ആരോടാന്ന് എനിക്കറിയത്തില്ല. ദൈവമേ, എനിക്ക് നല്ലൊരു പുരുഷനെ കിട്ടുമോ, എനിക്ക് നല്ലൊരു സ്ത്രീയെ കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന യൗവനത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഞാൻ അവരോട് വിളിച്ചു പറയുക, ആമേശ്വരം, ലോകത്തിന്റെ നടുവിൽ നീ നടക്കുമ്പോൾ നല്ലതെന്ന് പറയത്തക്ക നിലവാരത്തിൽ പരിശുദ്ധ ദൈവം നിന്റെ നിലവാരത്തിന് മാറ്റം വരുത്തും. ഒരു മനുഷ്യന് കുറ്റം പറയാത്ത നിലവാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നിനക്കായി പരിശുദ്ധ ദൈവം ഒരുക്കുന്നുണ്ട്. ഭാരപ്പെടേണ്ട, അത് തക്ക സമയത്ത് നിന്നെ തേടി വരും. അയ്യോ കർത്താവ്, ഞാൻ ഈ കോലത്തിലാണ്, എനിക്കിനി കിട്ടാൻ പോകുന്നത് എങ്ങനെയാ? ആമേശ്വരം, എനിക്കാണെങ്കിൽ പഠിപ്പില്ല, അഴകില്ല, വിദ്യാഭ്യാസമില്ല, ഒരുപാട് കുറവുകൾ. ആമേശ്വരം, എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് എണ്ണി പറയണ്ട, കർത്താവ് കാണുന്നുണ്ട്. വിശ്വസിക്കാമോ? എൻ്റെ കുഞ്ഞുങ്ങൾ, അവന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഒരു ആന്റണി പാസ്റ്റർ നമ്മുടെ ഇടയിൽ വന്ന ശുശ്രൂഷ മനുഷ്യൻ, എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞൊരു മനുഷ്യനാ. രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പാസ്റ്റർ എൻ്റെ നമ്പർ ഒന്ന് കയറ്റി കിട്ടോ. സ്തോത്രം, സമയം കിട്ടുമ്പോൾ വിളിക്കാമല്ലോ. നമ്പറൊന്നും കയറ്റുന്നില്ല പാസ്റ്ററെ. ഞാൻ വന്ന സമയത്ത് അവിടെ വെച്ച് വൈഫിനെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ടുണ്ട്. അല്ല പാസ്റ്ററെ, എഴുതിയിട്ടോ, മൊബൈലിലൊന്ന് കയറ്റിയിട്ടോ. സ്തോത്രം. അത് പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഇംഗ്ലീഷിൽ പാസ്റ്ററിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞു, മലയാളത്തിൽ എഴുതിയിട്ടോ. അയ്യോ, മലയാളം വായിക്കാൻ അറിയില്ല. പ്രൈസ് ദി ലോർഡ്. മലയാളവും വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷും വായിക്കാൻ അറിയില്ല. സ്തോത്രം. ഈ പുസ്തകവും എടുത്ത് നടപ്പാ. പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിച്ചിരിക്കുന്ന ആരെയാ? ഒരു B.Tech കാര്യത്തിയെ ഒരു എഞ്ചിനീയറെയാണ് താനും ചെയ്തിരിക്കുന്നത്, കല്യാണം കഴിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങ് പാർലമെന്റിൽ വരെ പോയി പ്രാർത്ഥിക്കാനുള്ള കൃപ പരിശുദ്ധ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ കടന്നുപോയി യേശുവിനെ ഉയർത്തുവാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. അന്ന് നിന്റെ കുറവിലല്ല നോക്കേണ്ടത്, പരിശുദ്ധ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സ്വർഗത്തിലെ ദൈവം നിന്റെ നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ ശക്തനാ. ആമേൻ. നമ്മുടെ കഴിവിലല്ല പ്രിയ മക്കളെ. അപ്പോൾ ആ മനുഷ്യനെ ഓർത്ത് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. സ്തോത്രം. മലയാളം എഴുതാൻ അറിയില്ല, വേറെ ഭാഷ ഒന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ലഭിക്കുന്നത് നിനക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. എനിക്കറിയത്തില്ല, ഇന്ന് ഇങ്ങനെ ഒരു ആലോചന കയറി വരുന്നുണ്ടെങ്കിൽ ആരുടെയോ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് എന്തോ ഒരു ന്യൂനത വെളിപ്പെടുന്നുണ്ട്. ആ ന്യൂനത മാറേണ്ടതിന് എൻ്റെ കുഞ്ഞെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്ന് താഴ്ന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അഭിമാനത്തോടെ ദൈവം എനിക്ക് വേണ്ടി വെച്ചു തന്നിരിക്കുന്ന അനുഗ്രഹം ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കും. അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പോ യോബ് തന്റെ മക്കളെ വരുത്തി യാഗം കഴിച്ചുകൊണ്ടിരുന്നു.
സംഭവിച്ചതോ? യോബിന്റെ കുഞ്ഞുങ്ങൾ തൻ്റെ കൈക്കീഴിൽ നിന്ന് മാറ്റപ്പെട്ടു. യാക്കോബ്, ഏശാവ്, ഇസഹാക്ക്, റിബേക്ക തൻ്റെ മക്കളെ അമിതമായി സ്നേഹിച്ചു. രണ്ട് മക്കളെ രണ്ട് വഴിയിലാക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അബ്രഹാം തൻ്റെ കുഞ്ഞിനെ അമിതമായി സ്നേഹിച്ചു. ദൈവം പറഞ്ഞു അതിന് എനിക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ തൻ്റെ ആ സ്നേഹം ദൈവത്തിലേക്ക് കൊടുത്തു. കുഞ്ഞ് ജീവനോടെ ശേഷിച്ചു. യാക്കോബ് തൻ്റെ മകനായിരിക്കുന്ന ജോസഫിനെ മറ്റു സഹോദരന്മാരെക്കാൾ മറ്റു മക്കളെക്കാൾ അധികം സ്നേഹിച്ചു. തന്നെ അവനിൽ നിന്ന് അങ്ങ് പറിച്ചു മാറ്റി. എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചത് ഇതുപോലെ തന്നെയാണ്. വായിക്കാം. ആമേൻ. സ്തോത്രം. മത്തായി സുവിശേഷം ആമേൻ 10-ാം അധ്യായം 37-ാമത്തെ വാക്യം. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്തോത്രം. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. രഗമന അസ്തൽ കടക രഗക്ഷമന സിയന്തരാജന അൽക്കവേദ രിഗതൽ കടക രഗക്ഷമാനകസി. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഇന്ന് എൻ്റെ ശബ്ദത്തിലൂടെ എനിക്ക് മുമ്പാകെ തലകളെ വണക്കിയിരിക്കുന്ന പലതിനോടും പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇടപെടുന്നുണ്ടെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുകയാണ്. ഇന്ന് ആ നോട്ടം ക്രിസ്തുവിലേക്കും ഇന്ന് ആ നോട്ടം ക്രൂശിലേക്കും കൊടുത്തുകൊണ്ട് വചനത്തിന്റെ ആധികാരികതയ്ക്കൊത്തവണ്ണം മുന്നോട്ടോടുവാൻ പരിശുദ്ധാത്മാവ് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് സ്വത പകലിൽ ദൈവവചനം കേട്ടിരിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി, മക്കളുടെ ഉയർച്ചകൾക്ക് വേണ്ടി, മക്കളുടെ പരിപാലനത്തിന് വേണ്ടി നീതിയോടുകൂടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കണമേ. ഒന്നിനെ കുറഞ്ഞും ഒന്നിനെ കൂടിയും കാണാനല്ല കർത്താവേ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച ഒരുത്തനെ താഴ്ത്തിയും ഒരുത്തനെ ഉയർത്തിയും പറയുവാനല്ല കർത്താവേ, എല്ലാവരെയും ഒരുപോലെ കണ്ട സ്നേഹിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്ത് മുന്നേറുവാൻ പരിശുദ്ധ ദൈവം കൃപ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. തലകളെ മുണക്കിയിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശേഷ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ട് കർത്താവേ. ഒറ്റയ്ക്ക് ജോലി ചെയ്തിരുന്ന 3 മക്കളും സ്വതവര് നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സ്വോത്രം. ജോലിയും സോളമനും സാജുവും എന്നാൽ ഫാമിലിയായി നിൽക്കുന്ന പല കുഞ്ഞുങ്ങളും ഞങ്ങളായിരിക്കുന്ന ദൈവസഭയിലെ പല കുഞ്ഞുങ്ങളും ദൂരത്തിലാണ്. അവരെ ദൈവം സൂക്ഷിക്കണം, പരിപാലിക്കണം കർത്താവേ. സ്വതം കൃപ കൊണ്ട് ദൈവം നിറയ്ക്കണം. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മധ്യ ദൈവം പ്രവർത്തിക്കണം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി സ്വർഗത്തിലെ മക്കളെ മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു പോരായ്മകൾ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നല്ല കാലാവസ്ഥകൾ കൊടുക്കണമേ. ഗുണകരമായ എല്ലാ സാഹചര്യങ്ങളും മക്കൾ അനുഭവിച്ച് മുന്നേറുവാൻ ദൈവം സഹായിക്കണം. ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗ് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും പരിശുദ്ധ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളുടെ മധ്യ ദൈവം പ്രവർത്തിക്കണമേ. സന്തോഷവും സമാധാനവും സമൃദ്ധിയും അവരനുഭവിച്ച് മുന്നേറുവാൻ പരിശുദ്ധ ദൈവം കൃപ ചെയ്യണം. കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിന് പ്രകാരം ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല നന്മകളാലും നിറയിക്കണം. സാക്ഷ്യം പറഞ്ഞ കുട്ടനായി ഷാനിക്കായി പ്രാർത്ഥിക്കുന്നു. സ്വതം അപ്പന്റെ വേർപാടിൽ ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയ മക്കള്, ഭർത്താവിന്റെ വേർപാടിൽ ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയ മാതാവ്, സ്വതം അപ്പാപ്പന്റെ വേർപാടിൽ ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന കൊച്ചുമക്കള്, കർത്താവേ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും പ്രിയദാസിയെയും പരിശുദ്ധ ദൈവം ആശ്വസിപ്പിക്കണമേ. മുമ്പിലേക്കുള്ള ഗമനത്തിനും ആഗമനത്തിനും ആവശ്യമായ സകല നന്മകളും കൊണ്ട് ദൈവം പോഷിപ്പിച്ച അത്ഭുതകരമാമണ്ണ മക്കളെ വഴി നടത്തുവാൻ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന കർത്താവേ, സകലവിധ നന്മകളാലും സ്വർഗത്തിലെ ദൈവമക്കൾ നിറയ്ക്കണം. കർത്താവെ അർപ്പിച്ച സ്തോത്ര വഴിപാടിനായി പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് കരം നീട്ടിയിരിക്കുന്ന എല്ലാ കരങ്ങളെയും പരിശുദ്ധ ദൈവം അനുഗ്രഹിക്കണം. അവരുടെ തൊഴിൽ, അവരുടെ ബിസിനസ്, അവരുടെ ആരോഗ്യം ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സകല നന്മകളാലും പരിശുദ്ധ ദൈവം നിറയ്ക്കണം. ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വം എന്റെ ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ.